ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ദേ കുറച്ച് നേരമൊക്കെ ഒന്ന് പഠിക്കാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായി, കാരണം തുമ്മലും ജലദോഷമൊക്കെ പിടിച്ചു. പിന്നെ എക്സാം അടുത്ത മാസം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഠിക്കാതിരിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ അത് കാരണം പഠിച്ചു തുടങ്ങിയതാട്ടോ രാവിലെ തന്നെ. എക്സാം പറഞ്ഞ് വേഗമായി. ഒക്ടോബർ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് കുറച്ച് ദിവസമൊക്കെ മുടക്ക് കിട്ടുമല്ലോ നമുക്ക്, പൂജ ഹോളിഡേയ്സ് കാരണം ബുക്കൊക്കെ പൂജ വയ്ക്കണം. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും പഠിക്കാനായിട്ട് പറ്റില്ല. ഇപ്രാവശ്യം ഒരു ദിവസം എക്സ്ട്രാ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വാഴ്ച ബുധൻ വ്യാഴാഴ്ചയിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ദിവസം അങ്ങനെ പോവും നമുക്ക്. പിന്നെ അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച എക്സാം ഉണ്ടാവും. പിന്നെയുള്ളത് തന്നെ നവംബറിലാണ്. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സമയം കിട്ടും. പക്ഷേ ഇത് വേഗമായി. അപ്പോൾ ഇതിന് കുറച്ച് നേരം ഒന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ 2 എക്സാമിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം 3 എക്സാം ഉണ്ട്. നമ്മുടെ ഇതിന് തന്നെ ക്ലർക്കിന് തന്നെ വരുന്നുണ്ട് 3 എക്സാം. അപ്പോൾ 2 ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായുള്ളൂ. പിന്നെ വേക്കൻസിയൊക്കെ നോക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുക. കുറച്ച് വേക്കൻസി ഉള്ളതോടത്തൊക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായി. പിന്നൊക്കെ കുറച്ച് കുറവായിരുന്നു. ഒരു വേക്കൻസിയൊക്കെ ഉള്ളിടത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, കാരണം റാങ്ക് ലിസ്റ്റിൽ തന്നെ അത്യാവശ്യം ഒരു 15 പേരൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഇപ്രാവശ്യം ചെയ്തതിൽ കുറച്ച് 3 വേക്കൻസി 6 വേക്കൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഏതായാലും ഞാൻ 2 എക്സാമിന് അപ്ലൈ ചെയ്താണ്. മിക്കവരും ഒരു എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ വേക്കൻസിയൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാട്ടോ. ഇപ്പോഴെല്ലാം അടുത്ത് ഇനി വരുമ്പോൾ SSLC അതുപോലെ തന്നെ കോർപ്പറേഷനൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് അധികം ക്വാളിഫിക്കേഷനൊന്നും വേണ്ട ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റൊക്കെ എഴുതി കിട്ടുകയെന്ന് വെച്ചാൽ നല്ലതാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ ഏതായാലും പഠിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കാനിരുന്നത് കുറച്ച് നേരം കേട്ടോ. പിന്നെ ഉച്ചക്കേൽക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞിട്ട് ഏതായാലും അടുക്കളയിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. 12 മണി കഴിയുമ്പോൾ ഞങ്ങൾ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുള്ളൂ. ഞങ്ങൾക്ക് എല്ലാവർക്കും ചൂട്ടോടുകൂടി കഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതാരണം രാവിലെ തന്നെ ഒന്നും ഉണ്ടാക്കില്ല. 12 മണിക്ക് കയറുള്ളൂ ഞങ്ങൾ അടുക്കളയിൽ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ചൂട്ടോടെ കഴിക്കണ്ടല്ലോ, അതിൻ്റെ ഒരു ടേസ്റ്റ് കറികൾക്കായാലും. അപ്പോൾ അത് കാരണം അതുവരെ ഇരുന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇന്നെന്തിട്ട് വയ്ക്കുന്ന ആലോചിച്ചപ്പോഴാണ് അമ്മതേ പപ്പക്കായ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പറമ്പിൽ കുറേ പപ്പക്കായകളുണ്ട്. അപ്പോൾ കറി വെക്കാൻ നമ്മൾ കുറേ പൊട്ടിക്കും, പിന്നെ കുറച്ച് പഴുപ്പിക്കാനൊക്കെ വെക്കും കേട്ടോ. അപ്പോൾ അത് പയറിട്ട് വെക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതേതായാലും പപ്പക്കായും പയറും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് തൊലി കളഞ്ഞ് വരുമ്പോഴേക്കും ചോറ് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതൊന്ന് ഊറ്റണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തിട്ട് വേണം. എനിക്കിത് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ നന്നാക്കണതിൻ്റെ ഇടയിൽ ഞാൻ ഓരോന്ന് ഇങ്ങനെ തൊലി കളഞ്ഞതെടുത്ത് കഴിക്കും. എനിക്ക് വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്. പഴുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ പപ്പക്കായ. പിന്നെ അത്യാവശ്യം നല്ല വിറ്റാമിനുള്ളത്. അപ്പോൾ അതാണ് ഞാൻ വെറുതെയും കഴിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് ചോറ് വയ്ക്കാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചോറ് ഏകദേശം തിളച്ച് ആയിട്ടുണ്ട്. ഇതൊന്ന് ഊറ്റിയെടുക്കണം. പിന്നെ ഒരു മുട്ട എടുത്ത് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഊണിന് വേണ്ടിയിട്ട് നമ്മുടെ മുട്ടപ്പവും അതുപോലെ തന്നെ പയറും പപ്പക്കായയും പിന്നെ കുറച്ച് പയറുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ഉപ്പേരിയാക്കി എടുത്തു. പിന്നെ കുറച്ച് തൈരുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കൂട്ടി ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിട്ടൊരു 2:30-3 മണിയൊക്കെ ആയി. അപ്പോൾ കുറച്ച് നേരം കൊണ്ടൊന്ന് പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. ലോ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. രജിസ്ട്രേഷനൊന്നും ഞാൻ അധികം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. രജിസ്ട്രേഷൻ ഒക്കെ മറന്നു തുടങ്ങി. അതിൻ്റെ കുറച്ച് ഒന്നാമത് നമ്മൾ പഠിച്ചിരുന്നത് അമെൻമെൻ്റൊക്കെ പുതിയത് വരുന്നേക്കാളും മുമ്പത്ത് ഇങ്ങനെ പഠിച്ച് തറവാക്കി വെച്ച കാരണം അതിൻ്റെ ഇതും ഡേറ്റും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും, ഓഡിറ്റിൻ്റെയും ഇതിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പഠിച്ച് വെക്കണം എന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഓഡിറ്റിൻ്റെ വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ എത്ര ദിവസത്തിന് ശേഷമാണെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു പ്രൊസീജിയർ പഠിച്ചു വയ്ക്കണം. അത് അപ്പോൾ ഷോർട്ട് നോട്ടാക്കി എഴുതി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പിന്നെ ഇത് ടെസ്റ്റ് വായിക്കാൻ നിൽക്കണ്ടല്ലോ, നമുക്ക് ജസ്റ്റ് ആ പോയിൻറ്റ്സ് മാത്രം ഒന്ന് നോക്കിയെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഓരോ ദിവസം ഓരോ സബ്ജക്റ്റായിട്ട് പഠിച്ചു തുടങ്ങണം. നമുക്ക് അധികം ഡേയ്സ് ഇല്ല. അപ്പോൾ പിന്നെ കുറച്ച് ഒരു പുതിയ പേന ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലൂ ആണ് മേടിച്ചത്. പക്ഷെ അത് എന്തോ ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ. മൂടി തുറക്കാൻ നോക്കിയിട്ട് തന്നെ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. കുറേ നാളായി മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഞാനിന്ന് പേനകളൊക്കെ കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ അതൊന്ന് എടുത്ത് എഴുതി നോക്കാമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. പക്ഷെ അതെന്താണോ തെളിയുന്നില്ല. കുറേ കുത്തി വരച്ചൊക്കെ നോക്കി. ചില പേനകൾ അങ്ങനെയാണ്, നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ തെളിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ റെഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് എഴുതി. റെഡിങ് പിന്നെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്കതുപോലെ എഴുതിയൊക്കെ തീർക്കാം.
പിന്നെ ഇപ്രാവശ്യത്തെ എക്സാമിന് കുറച്ച് മാറ്റങ്ങളെന്ന് വെച്ചാൽ കൺഫർമേഷനൊക്കെ കൊടുക്കേണ്ടത് പുതുതായിട്ട് വന്നിട്ടുണ്ട്. ചിലവർക്ക് മെസ്സേജ് വരുള്ളൂ, എനിക്കൊന്നും മെസ്സേജ് വരാറില്ല. അപ്പം പിന്നെ പെട്ടെന്ന് കണ്ടത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയേനെ. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ഇന്നലെ. ഞാൻ അറിയുന്നത് തന്നെ ഇന്നലെയായിരുന്നു. മെസ്സേജ് എനിക്ക് ഹോൾ ടിക്കറ്റിൻ്റെ ആയാലും വരലില്ല, പക്ഷേ കൺഫർമേഷൻ കൊടുക്കേണ്ടത് ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുറച്ച് നേരമൊക്കെ പഠിച്ച് കഴിഞ്ഞ് വിളക്ക് വയ്ക്കേണ്ട സമയമായപ്പോൾ വിളക്കൊക്കെ വെച്ചു, കുറച്ച് നേരം പ്രാർത്ഥിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.